ഉണ്ടാക്കല്ലടാ. എന്ത് കുട്ടികളാ അത്? എപ്പാ നോക്കിയാലും ഇങ്ങനെ തന്നെ. അപ്പ ഞാനല്ലേ എന്റെ പ്ലേറ്റിൽ അവൻ എടുത്തോണ്ട് നോക്കിയതാ. തുടങ്ങിയത് എനിക്കറിയാം, ബുദ്ധില്ലടാ. ഓ എന്നെ കൈ എത്ര വയസ്സിന് ചെറുതാ? എത്ര വയസ്സിന് ചെറുതാ? ആ എന്റെ കുട്ടാണോ? ഓന്താ ഉദ്ദേശിച്ചേ? അതായിരിക്കില്ല, ഓ അങ്ങനെ ചിന്തിക്കാനാ. പിന്നെ എപ്പോ നോക്കിയാലും ഫോണില് ചുറ്റുള്ളൊക്കെ മറന്ന് അതിൽ തല കുത്തിക്കോ. ഡാ, ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ വീട്ടിലെ സകല പണിയെടുത്ത് അതിന്റെ ബാധ്യത ആയിട്ടല്ല. ഉമ്മല്ലേ, ഉമ്മായിട്ട് വെറുതെ ഒരു കച്ചറ ഉണ്ടാവണ്ടാ. എന്നിട്ട് ആ ഫോൺ നോക്കിക്കേ, മാനത്തൊക്കി കിടക്കേ, എന്താ വെച്ചു. അന്നേരം എൻ്റെ അടുത്ത് വല്ല ഡയലോഗ് അടിക്കാൻ വന്ന ഞാനൊരു സ്യൂഡോ ഫെമിനിസ്റ്റ് അല്ല. പക്ഷെ നിങ്ങൾ നാക്കരുത്, മനസ്സിലായില്ലേ? പിന്നെ ഐറ്റങ്ങളെ കൊണ്ട് കഥ ഞാൻ വെറുക്കാലും കിട്ടും. ഒന്നുമില്ല. ഫൈസി, ഓൻ ചെറുതാന്നുള്ള ബോധം എനിക്ക് വേണം. അനക്കും ആ ബോധം വേണം. അപ്പയുടെ ഗ്രൗണ്ടിലെ കളി വിശേഷം പറയോ? എന്റെ മൂഡ് പോയോ? ഒന്ന് പറഞ്ഞു നോക്കി, ചിലപ്പോ മൂഡ് വരാണെങ്കിലോ? ഒന്ന് ഉറക്കെ പറഞ്ഞോക്കാം, അപ്പൊ ചിലപ്പോ മൂഡ് വരും. അതായത് ഇപ്പം ഗ്രൗണ്ടിലെ രാജാവ് ആരാണെന്നറിയോ? അബ്ബയാണോ? അതെങ്ങനെയാണ് പെട്ടെന്ന് ഒരാൾക്ക് രാജാവാനാവുക? പക്ഷേ ഇന്നത്തോടെ ചില സൂചനകൾ കൊടുത്തിട്ടാണ് ഞാൻ ഗ്രൗണ്ട് വിട്ടത്. അത് പിന്നെ പറയാം. ആദ്യം ടീമിടുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഗിരി, യെസ്, എന്നാ പിന്നെ നീ ഒരു ടീം ഓടാ. എന്നാ ഇന്ന് നമുക്ക് വേറൊരു ടീം ഉണ്ടാക്കല. ഞാനും ധർമ്മേട്ടനും ഹരിയേട്ടനും പിന്നെ ദിലീപേട്ടനും പിന്നെ പുറത്തെ ആടിയായി ഓരോരുത്തരുള്ളിലെ ടീം. അനക്കെങ്ങനെയാണ് അത്ര ഉളുപ്പില്ലാത്തൊരു ടീം പറയാൻ പറ്റുന്നത്? അല്ല, പറ്റുമെങ്കിൽ എടുത്താൽ മതി. എന്നാ ഞാനൊരു ടീം പറയാം. നിങ്ങളാരും പറയാത്തോണ്ട് പറഞ്ഞേട്ടാ. ഞാനും ദിലീപും ഹരിയും വാഹിദും. പിന്നെ നിങ്ങൾക്ക് ആയിരിക്കും വേണ്ടെങ്കിൽ കിഷോറും. നല്ല ബെസ്റ്റ് ടീം ഇടല്. എന്താ ടീമിന് കുഴപ്പം? നടക്കൂല. നടക്കാത്ത വെച്ചാൽ നിങ്ങൾ മൂന്നാളും കൂടുതൽ ടീമായിട്ട് നിങ്ങൾക്ക് മാത്രം ജയിച്ചാൽ മതി. അടുത്തത് ടോസിംഗ്. ഒറ്റ ഇരട്ട. ഒറ്റ. അപ്പൊ ഇതോ? അത് ചിലപ്പോ കല്ല് പൊട്ടിയായി. പൊട്ടിയല്ലടാ, കയ്യിൽ നിന്ന് പ്രസവിച്ചായിരിക്കും. അവിടെ മുതൽ തുടങ്ങും തല്ല്.